മക്കയിലും മദീനയിലും വഴിതെറ്റുന്ന ഹജ്ജ് ഉംറ തീർത്ഥാടകരെ താമസ സ്ഥലങ്ങളിൽ എത്തിക്കുന്നതിന് പ്രത്യേകം കമ്പനികളെ ചുമതലപ്പെടുത്തുന്നു. 24 മണിക്കൂറും ഇവരുടെ സേവനം ലഭ്യമാകും. ഹജ്ജ് ഉംറ മന്ത്രാലയത്തിനു കീഴിലാണ് പദ്ധതി. വീഴ്ച വരുത്തുന്ന സർവീസ് കമ്പനികൾക്കെതിരെ ശക്തമായ നിയമ നടപടിയും ഉണ്ടാകും. മക്കയിലും മദീനയിലും ആദ്യമായി എത്തുന്ന തീർത്ഥാടകർ വഴിതെറ്റി പ്രയാസപ്പെടുന്നത് സ്ഥിരം കാഴ്ചയാണ്. ഇവരെ താമസ സ്ഥലത്ത് തിരിച്ചെത്തിക്കുന്നതിനാണ് ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന് കീഴിൽ കമ്പനി സ്ഥാപിക്കാൻ പദ്ധതി. ഇതിനായി ഈ വർഷം മക്കയിലും മദീനയിലും 4 സെന്ററുകൾ വീതമുണ്ടാകും. ഇരു ഹറമുകളുടെയും 4 വശങ്ങളിലായി ഇവ സ്ഥാപിക്കും. തീർത്ഥാടകരുടെ പൂർണ്ണ ഉത്തരവാദിത്തം സർവീസ് കമ്പനികൾക്കാണ്. വീഴ്ച വരുത്തുന്ന സർവീസ് കമ്പനികൾക്കെതിരെ പിഴ അടക്കമുള്ള ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സാബിത് സലീം, മീഡിയ 1, മക്ക. സൗദിയിൽ നിലവിലുള്ള സക്കാത്ത് ടാക്സ് ശേഖര വ്യവസ്ഥയിൽ അടുത്ത വർഷം മുതൽ ഇളവ് വരുത്തും. ഇളവ് വരുത്തുന്ന തുക സർക്കാർ തന്നെ സക്കാത്ത് ഫണ്ടിലേക്ക് അടയ്ക്കും. സൗദിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ സക്കാത്ത് ടാക്സ് അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നതാണ് ചട്ടം. ഓരോ വർഷവും നിശ്ചിത ശതമാനം നികുതിയും സക്കാത്തും അടക്കുകയും വേണം. ഇതിന്റെ കർശനമായ വ്യവസ്ഥകളിൽ ഇളവ് വരുത്താനാണ് ഭരണകൂടത്തിന്റെ പദ്ധതി. രാജ്യത്തെത്തുന്ന നിക്ഷേപകർക്കും മറ്റും നൽകുന്ന സഹായത്തിനും സേവനത്തിനുമുള്ള നികുതികളും ടാക്സും ഇനി ഭരണകൂടം തന്നെ അടക്കും. വിദേശ കമ്പനികളെ രാജ്യത്തേക്ക് ആകർഷിക്കലും നിക്ഷേപം വർദ്ധിപ്പിക്കലുമാണ് ലക്ഷ്യം. അടുത്ത വർഷം മുതലാണ് പുതിയ ഇളവുകൾ നിക്ഷേപകർക്ക് ഉപയോഗപ്പെടുത്താനാവുക. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്. ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കുവൈത്തിലെ ഇന്ത്യൻ എംബസിയുടെ മുന്നറിയിപ്പ്. ഇത്തരം തട്ടിപ്പുകൾക്കെതിരായ പരാതികൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് വെബ്സൈറ്റിലൂടെ എംബസി നിർദ്ദേശം നൽകിയത്. വ്യാജ ഏജന്റുമാരുടെ വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരായി മതിയായ അന്വേഷണം നടത്താതെ പണം നൽകിയ നിരവധി പേരാണ് കബളിപ്പിക്കപ്പെട്ടത്. ഇല്ലാത്ത കമ്പനികളുടെ പേരിലാണ് ഏജന്റുമാരുടെ തട്ടിപ്പ്. ജോലി വാഗ്ദാനം ലഭിച്ചാൽ കമ്പനിയുടെ അവസ്ഥയും വിസയുടെ വിശദാംശങ്ങളും ഉറപ്പുവരുത്തണമെന്നും തട്ടിപ്പിന്റെ സൂചന ലഭിച്ചാൽ എംബസി ലേബർ വിഭാഗത്തെ അറിയിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. തൊഴിൽ മേഖലയിൽ സഹകരിച്ചു പ്രവർത്തിക്കാൻ ഖത്തർ US ധാരണ. ഇതിന്റെ ഭാഗമായി തൊഴിൽ മേഖലയിൽ ഖത്തർ നടത്തിവരുന്ന പരിഷ്കരണങ്ങൾക്ക് അമേരിക്ക സാങ്കേതിക സഹായം നൽകും. തൊഴിലിടങ്ങളിലെ പരിശോധന, ഗാർഹിക തൊഴിലാളി നിയമങ്ങളുടെ രൂപീകരണം എന്നിവയിലാണ് ഖത്തറിന് അമേരിക്ക മാർഗനിർദ്ദേശങ്ങളും സഹകരണവും ലഭ്യമാക്കുക. വിവിധ മേഖലകളിൽ സാങ്കേതിക സഹായവും നൽകും. മനുഷ്യക്കടത്ത് തടയുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഖത്തറിലെ തൊഴിൽ മന്ത്രാലയ ഉദ്യോഗസ്ഥർക്ക് അമേരിക്കയിൽ വെച്ച് മികച്ച പരിശീലനം ലഭ്യമാക്കാനും കരാറായി. ഇത് സംബന്ധിച്ച് ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. ഖത്തർ ഭരണവികസന തൊഴിൽ സാമൂഹികാര്യ മന്ത്രി യൂസഫ് ബിൻ മുഹമ്മദ് അൽ ഫക്രുവും US ലേബർ സെക്രട്ടറി അലക്സാണ്ടർ അക്കോസ്റ്റയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ന്യൂയോർക്കിൽ ഇരുവരുടെയും കൂടിക്കാഴ്ചക്കൊടുവിലായിരുന്നു ഒപ്പുവെക്കൽ. മീഡിയ 1, ദോഹ. കുവൈത്ത് മോട്ടോർ ടൗണിൽ പ്രഥമ ഇന്റർനാഷണൽ മോട്ടോക്രോസ് റേസിന് തുടക്കമായി. അഹമ്മദി കിങ് ഹമദ് റോഡിലെ KMT റേസ് സർക്യൂട്ടിലാണ് ബൈക്കോട്ട മത്സരം. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രമുഖ ടീമുകൾ പങ്കെടുക്കുന്ന റേസിൽ മലയാളി താരം ജിനനാണ് കാവസാക്കിക്കു വേണ്ടി മത്സരിക്കാനെത്തിയത്. നേരത്തെ കുവൈത്തിൽ നടന്ന അന്താരാഷ്ട്ര ചാമ്പ്യൻഷിപ്പിൽ 4ാം സ്ഥാനം നേടിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ജിനൻ ഇക്കുറി മത്സരിക്കുന്നത്. കുവൈത്ത് മോട്ടോർ ടൗണിൽ നടക്കുന്ന ഇന്റർനാഷണൽ മോട്ടോക്രോസ് റേസിൽ കാവസാക്കിക്കു വേണ്ടിയാണ് ഈ തൃശൂർക്കാരൻ ബൈക്കിലേറുന്നത്. കുവൈറ്റിൽ 2012 ഞാൻ വന്നിട്ടുണ്ട്. അതും ഒരു ഇന്റർനാഷണൽ ഇവന്റ് തന്നെയായിരുന്നു. ഇതിപ്പോൾ രണ്ടാമത്തെ ടൈമാണ്. ഇതിപ്പോൾ ഈ ട്രാക്ക് ഇവിടെ ഇപ്പോൾ വലിയ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ട്രാക്കാണ്. KMT സർക്യൂട്ടിൽ 2 ദിവസത്തെ പരിശീലനം പൂർത്തിയാക്കിയ ജിനൻ ശനിയാഴ്ച മത്സരത്തിനിറങ്ങും. ദുബായിൽ സ്ഥിരതാമസമാക്കിയ ജിനൻ 5 തവണ ദേശീയ ചാമ്പ്യനായിട്ടുണ്ട്. നിരവധി അന്താരാഷ്ട്ര മത്സരങ്ങളിലും പങ്കെടുത്തു. കുവൈത്തിൽ പങ്കെടുത്ത ആദ്യ റേസിൽ 4ാം സ്ഥാനമായിരുന്നെങ്കിൽ ഇക്കുറി വിജയിയായി മടങ്ങാനുള്ള ഒരുക്കത്തിലാണ് മലയാളി മിടുക്കൻ. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി. വേൾഡ് കിഡ്നി ഡേയോടനുബന്ധിച്ച് സൗജന്യ വൃക്ക രോഗനിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ദമാം അൽ അബീർ ക്ലിനിക്കും 25ഓളം സന്നദ്ധ കൂട്ടായ്മകളും ചേർന്നാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. 100 കണക്കിന് പേർ ക്യാമ്പിൽ പങ്കെടുത്തു. വൃക്കയെ സംരക്ഷിക്കൂ, ജീവൻ രക്ഷിക്കൂ എന്ന തലക്കെട്ടിലാണ് ക്യാമ്പ്. സന്ദർശകർക്ക് വൃക്ക സംരക്ഷണത്തിന്റെ പ്രാധാന്യവും മുൻകരുതലുകളും എന്ന വിഷയത്തിൽ ബോധവൽക്കരണവും സംഘടിപ്പിച്ചു. ദമാമിൽ 25ഓളം വരുന്ന പ്രവാസി സംഘടനകളും അബീർ മെഡിക്കൽ ഗ്രൂപ്പും സംയുക്തമായിട്ടാണ് പ്രവാസി സമൂഹത്തിന് വളരെയധികം ഉപകാരപ്രദമായ ഫ്രീ കിഡ്നി ചെക്കപ്പ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രവിശ്യയിലെ വിവിധ സംഘടനാ പ്രതിനിധികളും ക്ലിനിക്ക് മാനേജ്മെന്റ് അംഗങ്ങളും ക്യാമ്പിന് നേതൃത്വം നൽകി. മീഡിയ 1, ദമാം. PA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അലുമിനി ഖത്തർ ഘടകം സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് നാളെ ദോഹയിൽ തുടക്കമാകും. ദോഹയിലെ പ്രമുഖരായ 12 പ്രവാസി ടീമുകൾ 3 ഗ്രൂപ്പുകളിലായാണ് മത്സരിക്കുക.
ഖത്തർ സ്പോർട്സ് ക്ലബ്ബിൽ നാളെ വൈകിട്ട് 8 മണിക്കാണ് ഉദ്ഘാടന മത്സരം. ഫൈനൽ മത്സരം ഏപ്രിൽ 5 വെള്ളിയാഴ്ച നടക്കും. ടൂർണമെന്റിന്റെ ഫിക്സ്ചർ റിലീസിംഗ് കഴിഞ്ഞ ദിവസം ദോഹയിൽ നടന്നു. MP ട്രേഡിംഗ് മാനേജിംഗ് ഡയറക്ടർ MP ഷാഫി ഹാജി ഉദ്ഘാടനം ചെയ്തു. പേസ് ഭാരവാഹികളായ ജാബിർ നകാഷ്, സൽമാനുൽ ഫാരിസ്, നൌഫൽ പുല്ലൂക്കര തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിലെ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെയാണ് കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ശശി തരൂരും, പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്, ഇടുക്കി ഡീൻ കുര്യാക്കോസ്, എറണാകുളം ഹൈബി ഈഡൻ, തൃശൂർ TN പ്രതാപൻ, ചാലക്കുടി ബെന്നി ബെഹനാൻ, പാലക്കാട് VK ശ്രീകണ്ഠൻ, ആലത്തൂർ രമ്യ ഹരിദാസ്, കോഴിക്കോട് MK രാഘവൻ, കണ്ണൂർ K സുധാകരൻ, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങി 12 പേരുടെ പട്ടികയാണ് കോൺഗ്രസ് പുറത്തിറക്കിയിരിക്കുന്നത്. മിജി P ജോസ് ഉണ്ട് വിവരങ്ങളുമായി. മിജി, നേരത്തെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ 4 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെയാണ് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയിരിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് കേരളത്തിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ 4ാമത്തെ സ്ഥാനാർത്ഥി പട്ടികയാണിത്. 12 സ്ഥാനാർത്ഥികളുടെ പേരാണ് നിലവിൽ പുറത്തുവിട്ടിട്ടുള്ളത്. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള അതേ പട്ടിക തന്നെയാണ്. അതിലൊരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ഒന്നുകൂടി വ്യക്തമാക്കുകയാണ്. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ, കണ്ണൂരിൽ K സുധാകരൻ, കോഴിക്കോട് MK രാഘവൻ, പാലക്കാട് VK ശ്രീകണ്ഠൻ, ആലത്തൂരിൽ രമ്യ ഹരിദാസ്, തൃശൂരിൽ TN പ്രതാപൻ, ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ, എറണാകുളത്ത് ഹൈബി ഈഡൻ, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്, പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി, തിരുവനന്തപുരത്ത് ശശി തരൂർ എന്നിങ്ങനെ 12 പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിൽ 4 സിറ്റിംഗ് MPമാരാണ് നിലവിലുള്ളത്. ഇതിൽ മാറ്റം വന്നത് KV തോമസിന്റെ കാര്യത്തിൽ മാത്രമാണ്. പക്ഷെ അപ്രതീക്ഷിതമായി കടന്നു വന്ന പേര് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെതാണ്. അവസാന ഘട്ടം വരെ അദ്ദേഹത്തിന്റെ പേര് കാസർഗോഡ് ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് സ്ഥാനാർത്ഥിയുടെ പേര് മാറിക്കൊണ്ട് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ കടന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം രാഷ്ട്രീയ കൊലപാതകങ്ങൾ അടക്കം ഉയർത്തിക്കൊണ്ട് ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ കാസർഗോഡ് വേണം എന്നുള്ള ഒരു നിലപാടിലേക്ക് നേതാക്കൾ എത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പരിഗണിച്ചത് എന്നുള്ളതാണ്. ഒപ്പം വിജയസാധ്യതയും മുൻനിർത്തിയുള്ള ഒരു പരിഗണനയായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ്റേത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. KV തോമസിൻ്റെ പേരാണ് മാറ്റം വന്ന സിറ്റിംഗ് MPമാരിലൊന്ന്. കാരണം സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ആരംഭിച്ച അന്നു മുതൽ തന്നെ ഹൈബി ഈഡൻ്റെ പേര് ശക്തമായി തന്നെ ഉയർന്നിരുന്നു. KV തോമസിനെതിരായി ഹൈക്കമാൻഡിന് വരെ പരാതികൾ ഉയരുന്ന ഒരു സാഹചര്യം. ശരി മിജിയിലേക്ക് വളരെ പെട്ടെന്ന് തിരികെ എത്താം. കേരളത്തിലെ കോൺഗ്രസിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഇറങ്ങിയിരിക്കുന്നു. 12 സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ട പട്ടികയിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ശശി തരൂർ ഉൾപ്പെടെ 4 MPമാരാണ് ഈ ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. മിജി P ജോസ് ഉണ്ട്. മിജി, ഈ പട്ടികയിൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പേര് മിജി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. കാസർഗോഡ് DCCയിൽ തന്നെ ഇപ്പോൾ ചെറിയ എതിർപ്പുകൾ വരുന്നുണ്ട്. DCC അംഗങ്ങളിൽ പലരും രാജിക്കൊരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകളെല്ലാം വരുന്നുണ്ട്. എന്തടിസ്ഥാനത്തിലാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ലിസ്റ്റിൽ പരിഗണിക്കപ്പെട്ടത്? വിജയസാധ്യത തന്നെയാണ് മുഖ്യ മാനദണ്ഡമാക്കിയത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവസാന ഘട്ടം വരെ സുബയ്യ റാവുവിൻ്റെ പേരാണ് കാസർഗോഡ് ഉയർന്നു കേട്ടിരുന്നത്. എന്നാൽ അവസാന ഘട്ടത്തിൽ, അതായത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ യോഗത്തിലാണ് ഇത്തരത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പേര് ഉയർന്നു വരികയും അത് ഈ ഒരു ലിസ്റ്റിലേക്ക് എത്തുകയും ചെയ്തത്. ജില്ലയിൽ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ അടക്കം ഉയർത്തി ശക്തമായ ഒരു പ്രചാരണവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹത്തെ പരിഗണിച്ചത് എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റൊരു കാര്യം, ഒരു സുപരിചിതനായ മുഖം കൂടിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ. അത്തരത്തിലാണ് വിജയസാധ്യത എന്നുള്ള ഒരു മാനദണ്ഡത്തിൽ തന്നെയാണ് അദ്ദേഹത്തെ ഈ ഒരു മണ്ഡലത്തിലേക്ക് തെരഞ്ഞെടുത്തത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ നമ്മൾ വന്നിട്ടുള്ള പേരുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അവസാന ഘട്ടത്തിൽ കടന്നു വന്ന ഒരു പേരാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റേത്. മറ്റൊരു കാര്യം ഉള്ളത് എറണാകുളത്തിൻ്റെ കാര്യത്തിലായിരുന്നു. നേരത്തെ തന്നെ ഹൈബി ഈഡൻ്റെ പേര് വന്നിരുന്നുവെങ്കിലും അവസാന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റമുണ്ടാകാനുള്ള ഒരു സാധ്യത എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ഒരു മണ്ഡലമാണ് എറണാകുളം. കാരണം സിറ്റിംഗ് MP ആണ് KV തോമസ്.
മാത്രമല്ല അദ്ദേഹത്തിൽ ഊന്നിക്കൊണ്ടുള്ള ചർച്ച ദീർഘനേരം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം ചേരുന്നതിന് മുൻപായി അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും നിലവിലെ സാഹചര്യങ്ങൾ കൃത്യമായി ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിൽ മാറിമറിയാനുള്ള ഒരു സാധ്യത എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. മാത്രമല്ല KV തോമസിനെ സോണിയാഗാന്ധിയുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതുണ്ടായില്ല എന്നുള്ളതാണ് കൃത്യമായി തന്നെ സംസ്ഥാന നേതാക്കൾ ഉന്നയിച്ചതുപോലെയുള്ള, മാത്രമല്ല ജില്ലയിൽ നിന്ന് ഉയർന്നതുപോലെ തന്നെ ഹൈബി ഈഡന്റെ പേര് വിജയസാധ്യത എന്നുള്ള ഒരു മാനദണ്ഡം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തിയിട്ടുള്ളത്. എന്നാൽ വലിയ രീതിയിലുള്ള രോഷപ്രകടനം തന്നെ KV തോമസ് നടത്തിയിട്ടുണ്ട്. താൻ ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗമല്ലാത്തതുകൊണ്ടാണ് അവസാന ഘട്ടത്തിൽ തന്നെ തഴഞ്ഞു. അതുകൊണ്ട് തന്നെ വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നതിനെ കുറിച്ച് വരെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ആ ഒരു ഘട്ടത്തിൽ നാളെ സോണിയാഗാന്ധി അദ്ദേഹത്തെ കൂടിക്കാഴ്ചയ്ക്കായി ക്ഷണിച്ചിട്ടുണ്ട്. ആ കൂടിക്കാഴ്ചയിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു വാഗ്ദാനം നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഈ ഒരു വിഷയം രമ്യതയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമങ്ങളാണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇനിയുള്ളത് 4 ഇടങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യമാണ്. വയനാട്, വടകര, ആലപ്പുഴ, ആറ്റിങ്ങൽ. ഇവിടങ്ങളിൽ നാളെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് നാളെ എന്തെല്ലാം ചർച്ചകളായിരിക്കും ഡൽഹിയിൽ നടക്കുക? വളരെ എളുപ്പത്തിൽ ഈ വിഷയം പരിഗണിക്കും എന്നുള്ള ഒരു പ്രതികരണം നേതാക്കൾ നടത്തുന്നുണ്ട് എങ്കിലും അത്രത്തോളം എളുപ്പകരമായ ഒരു സാഹചര്യമല്ല ഈ 4 മണ്ഡലങ്ങളിലും നിലനിൽക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കപ്പുറം സമുദായ സമവാക്യങ്ങളിൽ ഊന്നിയാണ് ഈ 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിലവിൽ തട്ടി നിൽക്കുന്നത്. വയനാട്, ആറ്റിങ്ങൽ, ആലപ്പുഴ, വടകര എന്നീ 4 മണ്ഡലങ്ങളിലെ ഈ ഒരു സ്ഥാനാർത്ഥിത്വം സമുദായ സമവാക്യത്തെ ആശ്രയിച്ച് തന്നെയാണ് നിലവിൽ നിലനിൽക്കുന്നത്. അതിൽ ആറ്റിങ്ങൽ, ആലപ്പുഴ എന്നുള്ളതാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ഒരു ഈഴവ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് കടന്നു വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ആലപ്പുഴയെ ആണ് അതിനായി പരിഗണിക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ ആലപ്പുഴയിൽ നിന്നും അടൂർ പ്രകാശ് വരികയും ഷാനിമോൾ ആറ്റിങ്ങലിലേക്ക് മാറുന്നതായുള്ള ഒരു സാഹചര്യം വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊന്നുള്ളത് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത് വയനാടും വടകരയും തമ്മിലാണ്. ടി സിദ്ദിഖിന്റെ പേരാണ് വടകരയിലേക്ക് ശക്തമായി തന്നെ ഉയർന്നു കേട്ടിരുന്നത്. എന്നാൽ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ പേര് വയനാട് കൃത്യമായി ഉന്നയിച്ചിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ അത്തരത്തിൽ വയനാട് ഈ ഒരു പേര് ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ നിലവിൽ വടകരയിൽ ഒരു കൃത്യമായ സ്ഥാനാർത്ഥി ഇല്ലാത്തൊരു സാഹചര്യം വരും. അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ മണ്ഡലമായിട്ടുള്ള വടകരയിൽ തന്നെ മത്സരിക്കണം എന്നുള്ള ഒരു കാര്യം ഐ ഗ്രൂപ്പ് ഉന്നയിക്കുന്നുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വടകരയിൽ തനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്നുള്ള ഒരു കാര്യം കൃത്യമായി തന്നെ സിദ്ദിഖ് അറിയിച്ചിരിക്കുകയാണ്. VV പ്രകാശിൻ്റെ പേരാണ് ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ AK ആന്റണി ഉന്നയിച്ചിട്ടുള്ളത്. ആ പേരിനെ മുൻതൂക്കം ലഭിച്ചിട്ടുമുണ്ട്. പക്ഷേ വയനാട് ലഭിച്ചില്ല എങ്കിൽ താൻ മത്സര രംഗത്തേക്കില്ല എന്നുള്ള ഒരു നിലപാടാണ്. അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് സിദ്ദിഖ് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഇക്കാര്യത്തിൽ നേതാക്കൾ വിശദമായ ഒരു ചർച്ച നടത്തും. ആ എടുക്കുന്ന ധാരണ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ അറിയിക്കുകയും പിന്നീട് ഒരു പ്രഖ്യാപനം ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഉച്ചയ്ക്ക് മുൻപ് ഈ ഒരു ചർച്ച പൂർത്തിയാക്കും എന്നുള്ള പ്രതികരണമാണ് നേതാക്കൾ നടത്തുന്നതെങ്കിലും അത്രത്തോളം എളുപ്പത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരു തർക്കമല്ല ഈ ഒരു 4 മണ്ഡലങ്ങളിലും നിലവിലുള്ളത്. ശരി, മിജിയാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്നും. എന്തായാലും കോൺഗ്രസിന്റെ കേരളത്തിലെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയിരിക്കുന്നു. 12 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടി ആ പട്ടികയൊന്ന് വായിക്കാം. തിരുവനന്തപുരത്ത് ശശി തരൂര്, പത്തനംതിട്ട ആന്റോ ആന്റണി, മാവേലിക്കര കൊടിക്കുന്നിൽ സുരേഷ്, ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ്, എറണാകുളം ഹൈബി ഈഡൻ, തൃശൂരിൽ TN പ്രതാപൻ, ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ, പാലക്കാട് VK ശ്രീകണ്ഠൻ, ആലത്തൂരിൽ രമ്യ ഹരിദാസ്, കോഴിക്കോട് MK രാഘവൻ, കണ്ണൂരിൽ K സുധാകരൻ, കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ തുടങ്ങിയ 12 പേരുടെ പട്ടികയാണ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇതിൽ 4 പേർ സിറ്റിംഗ് MP-മാരാണ്. ഇനിയുള്ളത് 4 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. അത് കൂടുതൽ ചർച്ചകൾക്ക് ശേഷം നാളെയോടുകൂടി പ്രഖ്യാപിക്കുമെന്ന വിവരമാണ് മിജി P. ജോസ് ഡൽഹിയിൽ നിന്നും നൽകിയത്.
സീറ്റ് നിഷേധിച്ചതിൽ വലിയ അതൃപ്തിയാണ് കെ വി തോമസ് നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധം പരസ്യമാക്കിയ കെ വി തോമസിനെ അനുനയിപ്പിക്കാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നടത്തുന്നുണ്ട്. കെ വി തോമസിനെ UDF കൺവീനർ ആക്കിയേക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മുഹമ്മദ് അസ്ലമുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അസ്ലം, വളരെ പരസ്യമായി തന്നെ തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ് കെ വി തോമസ്. അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ചർച്ചകൾ സജീവമായിരിക്കും കോൺഗ്രസിനകത്ത്. UDF കൺവീനർ ആക്കുക എന്ന ഒരു ഉപാധിയായിരിക്കുമോ കെ വി തോമസിന് മുന്നിൽ സോണിയാഗാന്ധി നാളെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അപ്പോൾ മുന്നോട്ട് വയ്ക്കുക? എറണാകുളത്ത് നിന്നും മാറ്റപ്പെട്ട അല്ലെങ്കിൽ മത്സരത്തിൽ നിന്നും മാറ്റി നിർത്തിയ സിറ്റിംഗ് MLA കെ വി തോമസ് രൂക്ഷമായിട്ടാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരിച്ചിരിക്കുന്നത്. വലിയൊരു ചതി കാണിച്ചു എന്നുള്ള രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എറണാകുളം സീറ്റ് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് മതിയായ പ്രാതിനിധ്യമുള്ള ഒരു സ്ഥലമാണ്. അദ്ദേഹവും ആ സമുദായത്തിൽ വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. മാത്രമല്ല കേന്ദ്രമന്ത്രി എന്ന നിലയിലും മറ്റുമൊക്കെ വലിയൊരു സ്വാധീനം അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ രീതിയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ മറ്റു അനുനയ നീക്കങ്ങൾ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനമായുള്ള ഒരു നിർദ്ദേശമായി ഉയർന്നു വന്നിരിക്കുന്നത് അദ്ദേഹത്തെ UDF കൺവീനർ ആക്കുക എന്നുള്ളതാണ്. കാരണം UDF കൺവീനറായ ബെന്നി ബെഹനാൻ ചാലക്കുടി സീറ്റിൽ മത്സരിക്കുകയാണ്. അദ്ദേഹം അവിടെ വിജയ സാധ്യത ഉണ്ട്. കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് തിരിച്ചുപിടിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായിട്ടാണ് ചാലക്കുടിയെ വിലയിരുത്തുന്നത്. അദ്ദേഹം കെ വി തോമസ് രൂക്ഷമായ പ്രതികരണം നടത്തിയ സാഹചര്യത്തിൽ UDF കൺവീനർ സ്ഥാനം പോലുള്ള അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് വരുന്ന ഒഴിവരുന്ന മുറയ്ക്കുള്ള രാജ്യസഭാ സീറ്റ് പോലുള്ള ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് അനുനയിപ്പിക്കാൻ കഴിയുമോ എന്ന സാഹചര്യമാണ് സംസ്ഥാന നേതാക്കൾ ആലോചിക്കുന്നത്. ചില നേതാക്കൾ കെ വി തോമസുമായി ആശയവിനിമയം നടത്തിയതായും വിവരം ലഭിക്കുന്നുണ്ട്. നാളെ സോണിയാഗാന്ധിയുമായും മറ്റും നടക്കുന്ന ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഒരുപക്ഷെ ഇത്തരം നിർദ്ദേശങ്ങൾ വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നില്ല. അങ്ങനെയാണെങ്കിൽ UDF കൺവീനർ അദ്ദേഹം ആക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത്തരത്തിൽ മതിയായ ഒരു പ്രാതിനിധ്യം നൽകുകയാണെങ്കിൽ അദ്ദേഹം ഈ പ്രതിഷേധത്തിൽ നിന്നും ഒഴിവാൻ സാധ്യതയുണ്ടെന്നാണ് നേരത്തെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നം, ഈ ഒരു സിറ്റിംഗ് MP മാറ്റിയ ഒരു പ്രശ്നം ആ രീതിയിൽ തന്നെ രമ്യമായി പരിഹരിക്കാനുള്ള ശ്രമങ്ങളും സംസ്ഥാന ശരി, അത്തരത്തിലുള്ള ഒരു ശ്രമങ്ങളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധം പരസ്യമാക്കിയ കെ വി തോമസുമായി നാളെ സോണിയാഗാന്ധി ചർച്ച നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ കെ വി തോമസിനെ UDF കൺവീനർ ആക്കാനുള്ള ഒരു സാധ്യതയും തെളിയുകയാണ്. വിവരങ്ങളാണ് മുഹമ്മദ് അസ്ലം തിരുവനന്തപുരത്ത് നിന്നും നൽകിയത്. സ്ഥാനാർത്ഥിയായി തന്നെ തെരഞ്ഞെടുത്തതിൽ അഭിമാനമുണ്ടെന്ന് ചാലക്കുടിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ചാലക്കുടി സീറ്റ് തിരിച്ചുപിടിക്കാൻ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ, അതായത് UDFന്റെ കൺവീനർ തന്നെയാണ് കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ സിറ്റിംഗ് MPക്കെതിരെ ശക്തമായ ഒരു മത്സരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചാലക്കുടിയുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ നമ്മളോട് കൂടെയുണ്ട്. എങ്ങനെ കാണുന്നു സ്ഥാനാർത്ഥിത്വത്തിൽ എനിക്ക് അഭിമാനമുണ്ട്. പ്രത്യേകിച്ച് ചാലക്കുടി പോലെയുള്ള കോൺഗ്രസിന്റെ വലിയ ഒരു ശക്തികോട്ടയായ ഒരു നിയമമണ്ഡലത്തിൽ മത്സരിക്കാൻ കിട്ടിയത്. ചാലക്കുടിയുടെ പാരമ്പര്യം വളരെ വലുതാണ്. പരമ്പള്ളി ഗോവിന്ദമേനോൻ, ശ്രീ കരുണാകരനെ പോലെയുള്ള പ്രഗത്ഭരും ശക്തരുമായ നേതാക്കന്മാർ പ്രദാനം ചെയ്തൊരു നിയമമണ്ഡലത്തിൽ എനിക്ക് ഒരു സ്ഥാനാർത്ഥിത്വം ലഭിക്കുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അഭിമാനമുണ്ട്. ആ നിയോജകമണ്ഡലം എന്നും എക്കാലവും കോൺഗ്രസിനും ജനാധിപത്യ മുന്നണിക്കും അനുകൂലമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അത് നഷ്ടപ്പെട്ടു. ഈ പ്രാവശ്യം വീണ്ടെടുക്കുക എന്നൊരു ദൌത്യം കൂടിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അത് വീണ്ടെടുത്തിരിക്കും. കഴിഞ്ഞ തവണ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ആ സീറ്റ് നഷ്ടപ്പെട്ടതെന്നാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ സിറ്റിംഗ് MP ആണ്. ഇന്നസെന്റ് ഒരു സിനിമാ പരിവേഷം കൂടിയുണ്ട്, ഒരു ഗ്ലാമർ പരിവേഷം കൂടിയുണ്ട്. അപ്പോൾ ഇത് നേരിടാൻ എന്തൊക്കെ തരത്തിലുള്ള സ്ട്രാറ്റജി ആയിരിക്കും UDF മുന്നോട്ട് വെക്കുന്നത്? UDFന്റെ സ്ട്രാറ്റജി രാഷ്ട്രീയമാണ്. അവിടെ മറ്റ് താരപ്രതിഭയല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്ന രാഷ്ട്രീയമാണ്. ദേശീയ രാഷ്ട്രീയം, സംസ്ഥാന രാഷ്ട്രീയം. രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും അപകടത്തിലാകപ്പെട്ട സാഹചര്യം, ഭരണഘടനയെ വെല്ലുവിളിക്കുന്ന സാഹചര്യം, നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം, ഇത്തരം സാഹചര്യങ്ങളാണ് നമ്മുടെ ഭരണഘടനയ്ക്കെതിരെ ഉയർന്നു വരുന്ന വെല്ലുവിളി. മഹാത്മാഗാന്ധിയെ പോലെയുള്ള രാഷ്ട്രപിതാവിനെ തമസ്കരിക്കത്തക്ക രീതിയിലുള്ള രാഷ്ട്രീയം, ഈ രാഷ്ട്രീയമൊക്കെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിപ്പിടിക്കാൻ പോകുന്നത്. അവിടെ മറ്റു പ്രതിഭകൾക്കല്ല സ്ഥാനം. കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണപരമായ പരാജയം, വികസന തകർച്ച, ഭരണ തകർച്ച, വികസന മാന്ദ്യം, ക്രമസമാധാന തകർച്ച, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിക്കാൻ പോകുന്നത്. നവകേരളത്തിന് പോയിട്ട് അവസാനം നരഹത്യയുമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റിന്റെ കൊലപാതക രാഷ്ട്രീയത്തെ, അക്രമ രാഷ്ട്രീയത്തേക്ക് ഞങ്ങൾ ശക്തമായി ഞങ്ങൾ ഉയർത്തിപ്പിടിക്കും. കാസർഗോഡ് കോൺഗ്രസിന് ബാലികേറാമലയല്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. അക്രമ രാഷ്ട്രീയത്തിനെതിരായ വിധിയെഴുത്താകും ഇത്തവണ. തന്നെ ജനങ്ങൾക്കറിയാം. താൻ നേരത്തെ ലോക്സഭയിൽ എത്തേണ്ട ആളായിരുന്നെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇതൊരു നിയോഗമാണ്, ഒരു നിമിത്തമാണ്. കാസർഗോഡ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം
ഒരു ബാലികേറ മലയല്ല. അവിടെ വിജയിക്കാവുന്നതേ ഉള്ളൂ. കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ ഒരു വിധിയെഴുത്താക്കി ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റാൻ എനിക്ക് കഴിയും. മാത്രമല്ല, കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ വരവ് ആ നിയോജക മണ്ഡലത്തെ ഇളക്കി മറിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ വിജയപ്രതീക്ഷ 100% മാറിയിരിക്കുന്നു. ഇത്തവണ രാജ്മോഹൻ ഉണ്ണിത്താൻ ആദ്യമായിട്ട് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് പോകാൻ പോവുകയാണ്. എന്നാൽ രാജ്മോഹൻ ഉണ്ണിത്താനെ കാസർഗോഡ് സ്ഥാനാർത്ഥിയാക്കിയതിൽ DCCക്ക് അതൃപ്തിയുണ്ട്. DCC അംഗങ്ങൾ രാജിക്ക് ഒരുങ്ങുകയാണെന്നാണ് സൂചന. ഷബീർ ഉണ്ട്. ഷബീർ, ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ DCC അംഗങ്ങൾ രാജിക്ക് ഒരുങ്ങുന്നത്? രാജ്മോഹൻ ഉണ്ണിത്താന്റെ സ്ഥാനാർത്ഥിത്വം അവർ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ലേ? തീർച്ചയായും പുറമെ നിന്നുള്ള സ്ഥാനാർത്ഥിയെ പാർട്ടി പ്രവർത്തകരും DCC അംഗങ്ങളും താല്പര്യപ്പെട്ടിരുന്നില്ല. കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഒരു നേതാവ് തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നായിരുന്നു പാർട്ടി പ്രവർത്തകരുടെയും DCC അംഗങ്ങളുടെയും അടക്കം ആവശ്യം. നേരത്തെ തന്നെ സുബൈർ സ്ഥാനാർത്ഥിയാകുമെന്ന് തന്നെയായിരുന്നു നേരത്തെ തന്നെയുള്ള സൂചനകൾ. ഇന്ന് അവസാന നിമിഷം വരെ അദ്ദേഹത്തിന്റെ പേര് തന്നെയായിരുന്നു സ്ഥാനാർത്ഥി പട്ടികയിൽ. അതിൽ തർക്കമോ മാറ്റമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കാസർഗോഡ് സീറ്റിനെ ചൊല്ലി അവിടെ ചർച്ച നടക്കുമ്പോൾ തന്നെ യാതൊരു തർക്കമോ മറ്റുള്ളവർ അവകാശവാദം ഉന്നയിക്കുകയോ വേറെ സ്ഥാനാർത്ഥികളുടെ പേരോ നിർദ്ദേശിക്കപ്പെട്ടിരുന്നില്ലെന്നായിരുന്നു സൂചനകൾ. അവസാന നിമിഷത്തിലാണ് സുബൈറയുടെ പേര് മാറി പിന്നീട് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേര് വരുന്നത്. ഈ സുബൈറയുടെ പേര് പ്രഖ്യാപിക്കാനായി കാത്തിരുന്നത് DCC ഓഫീസിൽ തന്നെ കാത്തിരുന്നു. നിരവധി പേർ കാത്തിരുന്നു. DCC അംഗങ്ങളടക്കമുള്ള സാധാരണ പ്രവർത്തകരടക്കമുള്ളവർ കാത്തിരുന്നിരുന്നു. എന്നാൽ അവസാന നിമിഷം പേര് മാറി രാജ്മോഹൻ ഉണ്ണിത്താന്റെ പേര് വന്നതോടുകൂടി അനൌദ്യോഗികമായുള്ള പ്രതികരണം ഇത് തീർച്ചയായും അംഗീകരിക്കാനാവില്ലെന്നായിരുന്നു. ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ കെട്ടിയിറക്കേണ്ടതില്ല എന്നായിരുന്നു അവിടെ ഉണ്ടായിരുന്ന DCC അംഗങ്ങളടക്കമുള്ളവരുടെ പ്രതികരണം. ഇതിൽ പ്രതിഷേധിച്ച് DCC അംഗങ്ങൾ രാജിക്കൊരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് അവർ നൽകുന്ന സൂചനകൾ. അവരുടെ അനൌദ്യോഗികമായുള്ള പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത് അവർ രാജി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, ഇത് തെരഞ്ഞെടുപ്പിൽ തന്നെ UDFനെ ബാധിക്കാനും വലിയ രീതിയിൽ ബാധിക്കാനും സാധ്യതയുണ്ട്. കാരണം സതീഷ് ചന്ദ്രൻ LDF സ്ഥാനാർത്ഥി നേരത്തെ തന്നെ പ്രഖ്യാപിക്കപ്പെട്ട LDF സ്ഥാനാർത്ഥി സതീഷ് ചന്ദ്രന്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണം കഴിഞ്ഞിരിക്കുന്നു. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അദ്ദേഹം ആദ്യഘട്ട പ്രചരണം നടത്തിയിരിക്കുന്നു. അതിനുശേഷം എത്രയോ കഴിഞ്ഞാണ് ഇപ്പോൾ UDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടനെ തന്നെ DCC അംഗങ്ങളിൽ പോലും എതിർപ്പ് വന്നിരിക്കുന്നു. സാധാരണ പ്രവർത്തകരിൽ പോലും എതിർപ്പ് വന്നിരിക്കുന്നു. കാരണം ജില്ലയിൽ നിന്നുള്ളൊരു നേതാവിനെ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ഒരു നേതാവിനെ സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള പ്രതിഷേധമാണ് കാസർഗോഡ് DCCക്ക്. DCC അംഗങ്ങൾ രാജിക്ക് ഒരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളാണ് കാസർഗോഡ് നിന്നും പുറത്തു വരുന്നത്. സതീഷ് ചന്ദ്രനാണ് അവിടെ LDF സ്ഥാനാർത്ഥി. പാർട്ടിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്നുവെന്ന് ഹൈബി ഈഡൻ. KV തോമസ് പൂർണ്ണ പിന്തുണ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഹൈബി മീഡിയ വണ്ണിനോട് പറഞ്ഞു. എറണാകുളത്തിന്റെ കരുത്തനായ സ്ഥാനാർത്ഥിയായി ഹൈബി ഈഡന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു കഴിഞ്ഞു. ഹൈബി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ ഹൈബി വിജയ ആശംസകൾ, എല്ലാവിധ ആശംസകളും. എങ്ങനെയാണ് ഈ പോരാട്ടത്തെ നോക്കി കാണുന്നത്? അല്ല, ഇതൊരു രാഷ്ട്രീയപരമായ പോരാട്ടമാണ്. ഐക്യജനാധിപത്യ മുന്നണിക്ക് വ്യക്തമായ മേൽക്കൈയുള്ള ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വലിയ ഭൂരിപക്ഷത്തോടു കൂടി UDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് തന്നെ ഞാൻ കരുതുകയാണ്. അനിശ്ചിതത്വങ്ങൾക്ക് ഏറെ ഒടുവിലാണ് സ്ഥാനാർത്ഥിത്വം. എങ്ങനെ കാണുന്നു? അല്ല, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നാണ് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു സിറ്റിംഗ് MLA എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കില്ല എന്നുള്ള വിശ്വാസക്കാരൻ തന്നെയായിരുന്നു ഞാൻ. കാരണം തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLAമാരെ കൺസിഡർ ചെയ്യേണ്ട എന്ന ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു. വളരെ റീസെൻ്റ് ആയിട്ടാണ് അത്തരത്തിലുള്ള മറ്റൊരു മാറ്റം പാർട്ടി ചിന്തിച്ചത്. പാർട്ടി ഒരു ദൗത്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് എറണാകുളം പോലെ വളരെ വേഗത്തിൽ വളരുന്ന ഒരു നഗരം. ഹൈബീഡിന്റെ പ്രതികരണമാണ് കണ്ടത്. തൃശൂർ തിരിച്ചു പിടിക്കുമെന്ന് TN പ്രതാപൻ പ്രതികരിച്ചു. പ്രതാപന്റെ വാക്കുകളിലേക്ക്. ആ വെല്ലുവിളിയാണ് പാർട്ടി ഏൽപ്പിച്ചിട്ടുള്ളത്, ഐക്യജനാധിപത്യ മുന്നണി ഏൽപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തവണകളിൽ ചുണ്ടിനും കപ്പിനുമിടയിലാണ് തൃശ്ശൂർ സീറ്റ് UDFന് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ദേശീയ തലത്തിലുള്ള രാഷ്ട്രീയത്തോടും സംസ്ഥാന രാഷ്ട്രീയത്തോടുമൊപ്പം തൃശ്ശൂരിൻ്റെ നഷ്ടങ്ങൾ തിരിച്ചു കൊണ്ടുവരിക എന്നതുകൂടി ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കും. പാലക്കാട് തിരിച്ചു പിടിക്കുമെന്ന് VK ശ്രീകണ്ഠനും പ്രതികരിച്ചു. പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി VK ശ്രീകണ്ഠനാണ് നമ്മോടൊപ്പം ഉള്ളത്. എന്തായാലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. ഇനി പ്രചരണം ഏത് രൂപത്തിലായിരിക്കും? ശക്തമായ പ്രചരണം പാലക്കാട് ഇത്തവണ ഉണ്ടായിരിക്കും. പാലക്കാട് ലോക്സഭയിൽ മാത്രമല്ല, പാലക്കാട് ജില്ലയിലെ പാലക്കാടും ആലത്തൂരും പൊന്നാനിയുടെ ഭാഗമായ തൃത്താലയും എല്ലാ അർത്ഥത്തിലും തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിയിരിക്കുകയാണ്.
LDF നേരത്തെ പ്രഖ്യാപിച്ച ഒരാഴ്ചയോളമായി പ്രചരണം നടക്കുന്നു. അതോടൊപ്പം തന്നെ MB രാജേഷ് കഴിഞ്ഞ തവണ 1 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. എന്തായാലും മത്സരം വളരെ കടുത്തതാവില്ലേ? പാലക്കാട് ലോക്സഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്ന ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യമില്ല. UDFന് അനുകൂലമായ ഏറ്റവും ശക്തമായ സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ പാലക്കാട് ഇത്തവണ UDF വിജയിച്ചിരിക്കും. താങ്കളുടെ ഈ ജയ്ഹോ എന്ന് പറഞ്ഞ ഒരു പദയാത്ര അത് ഈ തെരഞ്ഞെടുപ്പിനും താങ്കളുടെ സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് എത്രത്തോളം ഗുണകരമാകും? പാലക്കാട് ജില്ലയിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള ഒരു കുറ്റപത്രം സമർപ്പിക്കലായിരുന്നു ജനങ്ങളുടെ മുമ്പാകെ ജയ്ഹോ പദയാത്ര. അത് പരിപൂർണ വിജയമാണ്. നല്ല ആത്മവിശ്വാസത്തിലാണ് തെരഞ്ഞെടുപ്പിന് മുന്നൊരുക്കം നടത്തിയ. തിരുവനന്തപുരത്ത് വിജയപ്രതീക്ഷയിലാണ് ശശി തരൂർ MP. ഇത്തവണയും വിജയം ആവർത്തിക്കുമെന്ന് ശശി തരൂർ പ്രതികരിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 20 സീറ്റിലും UDF ഘടകകക്ഷികളോടൊപ്പം 20 സീറ്റിലും വിജയിക്കാൻ സാധ്യത കണ്ടിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്കറിയാം ജനങ്ങളുടെ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. രണ്ടാമത്തത് എല്ലാവർക്കും അറിയാം, ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് ആരാണ് പ്രതിനിധിത്വം ഡൽഹിയിൽ കൊടുക്കാൻ സാധിക്കുക, അതൊരു ചോദ്യമാണ് അവർ മനസ്സിൽ. രണ്ടാമത്തത് ആരാണ് ഈ രാജ്യത്തിനെ ഭരിക്കേണ്ടത്. കേരളക്കാർ മൊത്തം എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് ഈ മോദി സർക്കാരിൻ്റെ കഴിവില്ലായ 5 വർഷക്കാലം കണ്ട ശേഷം അവർക്കൊരു രണ്ടാം അവസരം ഒരിക്കലും കൊടുക്കരുത്. അതുകൊണ്ട് അവർ നോക്കും കേരളത്തിൽ ആരാണ് മോദി സർക്കാരിനെ മാറ്റാൻ സാധിക്കുന്ന കഴിവുള്ളൊരു പാർട്ടി. അത് കോൺഗ്രസും UDFും ആണല്ലോ. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനൊപ്പം ഞങ്ങളുടെ പ്രതിനിധി ഷിത ജഗത്. ആലത്തൂരിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസാണ് നമ്മോടൊപ്പം ഉള്ളത്. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ്, യുവജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് രമ്യ ആലത്തൂരിലെത്തുന്നത്. കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയാണ് രമ്യ. രമ്യ, എങ്ങനെയാണ് കോഴിക്കോട് നിന്നും ആലത്തൂരിലേക്ക് എത്തുന്നത്? പാർട്ടിയാണ് പേര് നിർദ്ദേശിച്ചത്. യൂത്ത് കോൺഗ്രസിൻ്റെ നിലവിൽ അഖിലേന്ത്യാ കോർഡിനേറ്ററാണ്. കോഴിക്കോട് പാർലമെൻറ്റ് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു വരുന്ന സമയമാണ് അഖിലേന്ത്യാ കോർഡിനേറ്ററായിട്ട് ഒരു പ്രൊമോഷൻ പാർട്ടി തന്നത്. എങ്ങനെയാണ് ഇടം പിടിച്ചതെന്ന് വെച്ചാൽ പാർട്ടി തന്നെയാണ് നമ്മളെ നിർദ്ദേശിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നേരത്തെ ഉണ്ടായിരുന്ന ഒരു ടാലൻറ്റ് ഹണ്ടിലൂടെയൊക്കെയാണ് രമ്യ ഈ നേതൃനിരയിലേക്ക് വരുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ ഞാൻ KSUവിലൂടെയാണ് കടന്നു വന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ പെരുവയൽ മണ്ഡലം സെക്രട്ടറിയായി, കുന്നമംഗലം നിയോജകമണ്ഡലം സെക്രട്ടറിയായി, അതിനുശേഷം രാഹുൽ ഗാന്ധി കൊണ്ടുവന്ന തെരഞ്ഞെടുപ്പ് സംവിധാനത്തിലൂടെ 2 തവണ യൂത്ത് കോൺഗ്രസിൻ്റെ പാർലമെൻറ്റ് സെക്രട്ടറിയായി. ആ അവസരത്തിൽ PC വിഷ്ണുനാഥ് സംസ്ഥാന പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് ടാലൻറ്റ് ഹണ്ടിൽ പങ്കെടുക്കാൻ സാധിച്ചു. അതൊരു വലിയ അനുഭവം തന്നെയായിരുന്നു. ഇതിപ്പോൾ ആലത്തൂരാണ്. ആലത്തൂർ നോക്കുകയാണെങ്കിൽ ഒരു LDFൻ്റെ മണ്ഡലം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് മത്സരിക്കാൻ? ഒരിക്കലുമില്ല. ആലത്തൂർ എന്ന് പറയുന്നത് ഇന്ന് UDFനോടൊപ്പം നിൽക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. അത് LDFൻ്റെ കുത്തക സീറ്റ് എന്നൊന്നും പറയാൻ സാധിക്കില്ല. ഞങ്ങളുടെ ആവേശകരമായിരിക്കുന്ന പ്രവർത്തനവും UDF സംവിധാനത്തിൻ്റെ നിലവിലെ പ്രവർത്തനമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആലത്തൂർ എന്ന് പറയുന്ന പാർലമെൻറ്റ് മണ്ഡലം ഇത്തവണ UDFന് തന്നെയാണ്. വളരെ ശക്തമായ ഒരു മത്സരം നടക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് കണ്ണൂർ. കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി K സുധാകരനോടൊപ്പം സുനിൽ ഐസക്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി K സുധാകരൻ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ 2 ദിവസമായി മണ്ഡലത്തിലെ കോളേജ് ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സുധാകരൻ്റെ പ്രവർത്തനം. ഒപ്പം മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെയും സന്ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഒരു വട്ടം കൂടി കണ്ണൂരിൽ മത്സരിക്കുമ്പോൾ എന്താണ് K സുധാകരൻ്റെ പ്രതീക്ഷ? പ്രതീക്ഷ വളരെ നന്നായി സുഖകരമായി ജയിച്ചു വരും, നല്ല മാർജിനിൽ തിരിച്ചു വരും. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ഒരു NP ഇൻകംബൻസി ഫാക്ടറും എനിക്ക് ഇത്തവണയില്ല. അത് മാത്രമല്ല, നാടിൽ ജനങ്ങൾക്ക് പൊതുവെ ഒരു അവയർനെസ് വന്ന രാഷ്ട്രീയ കാലഘട്ടമായത്. ജനാധിപത്യ മതേതര ശക്തികൾ തിരിച്ചു വരണം എന്ന് ഈ രാജ്യത്തിലെ ജനകോടികൾ ആഗ്രഹിക്കുന്നു. ഈ ജനാധിപത്യ മതേതര സംവിധാനത്തിൽ വർഗീയതയ്ക്ക് ഒരു പ്രസക്തിയുമില്ല. ജനാധിപത്യ സംവിധാനത്തിൽ അക്രമത്തിന് പ്രസക്തിയില്ല. അപ്പോൾ അക്രമത്തിൻ്റെ വക്താക്കളെയും വർഗീയ ശക്തികളെയും തുരത്താൻ അനിവാര്യമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് ഇന്ത്യയിലെ വോട്ടർമാർ കാണുന്നു. വിജയപ്രതീക്ഷയിലാണ് K സുധാകരൻ. അതോടൊപ്പം തന്നെ കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിൽ ഇതിനോടകം തന്നെ പ്രചാരണം തുടങ്ങിയിരിക്കുകയാണ് MK രാഘവൻ. MK രാഘവന്റെ പ്രതികരണം കാണാം ഇനി. 3ാം തവണയാണ് MK രാഘവൻ
കോഴിക്കോട് നിന്നും ജനവിധി തേടുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതോടുകൂടി MK രാഘവൻ തന്നെയാണെന്നുള്ള സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ചു. പക്ഷേ അദ്ദേഹം നേരത്തെ തന്നെ ഹൈക്കമാൻഡിൻ്റെ അനുമതിയും മറ്റും പ്രചരണം തുടങ്ങാനായി ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പ്രചരണം ഒരു പരിധിവരെ അദ്ദേഹം തുടരുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം വന്ന സാഹചര്യത്തിൽ MK രാഘവൻ ഒരിക്കൽ കൂടി നമുക്കൊപ്പം ചേരുന്നു. 3ാം തവണയാണ് ഒരു മണ്ഡലത്തിൽ നിന്നും മത്സരിക്കാനായി പാർട്ടി നിയോഗിക്കുന്നത്. അത് പാർട്ടിക്ക് താങ്കളിലുള്ള ഒരു വിശ്വാസം കൂടി വ്യക്തമാക്കുന്നതാണ്. എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? അല്ല, കഴിഞ്ഞ 2 തവണ 2009-ലും 2014-ലും കോഴിക്കോട് നിന്ന് ജയിക്കാൻ ഇടയായിട്ടുള്ളത് ജനങ്ങൾക്ക് എന്നിലും എനിക്ക് ജനങ്ങളുടെ വിശ്വാസമാണ്. അതുകൊണ്ട് 3ാം തവണയും പാർട്ടിക്ക് അനുകൂലമായ അല്ലെങ്കിൽ കോൺഗ്രസിന് അനുകൂലമായ UDFന് അനുകൂലമായ ഒരു മണ്ഡലമായി മാറാനും മാറ്റാനും വേണ്ടിയാണ് എന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും കഴിഞ്ഞ 2 തവണയും ആദ്യം വരുമ്പോൾ താങ്കൾ ഇവിടെ പുതുമുഖമായിരുന്നു. CPMൻ്റെ ഒരു കുത്തക മണ്ഡലത്തിലെ വിജയം 700-ലധികം വോട്ടുകൾക്കായിരുന്നു. കഴിഞ്ഞ തവണ എത്തുമ്പോഴേക്കും അത് CPMൻ്റെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ A. വിജയരാഘവനെ വലിയ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയാണ് താങ്കൾ വീണ്ടും MP ആയത്. ഇത്തവണയിലേക്ക് എത്തുമ്പോൾ മത്സരം കുറച്ച് കടുത്തതാണ് എന്ന് തോന്നുന്നുണ്ടോ? കാരണം രാഘവേട്ടനെ പോലെ തന്നെ ഇമേജുള്ള ഒരു സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ഇടതുപക്ഷവും തയ്യാറായി. സിറ്റിംഗ് MLA A. പ്രദീപ് കുമാറിനെ ഇറക്കുന്നു. അദ്ദേഹവും ഈ മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഈ നഗരത്തിൽ വലിയ സുപരിചിതനാണ്, താങ്കളെപ്പോലെ തന്നെ. അപ്പോൾ ആ മത്സരത്തിനൊരു കടുപ്പം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഈ 2009 മത്സരിച്ച റിയാസും നല്ല വ്യക്തിത്വമുള്ള ആളാണ്. 2014-ൽ LDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച വിജയരാഘവൻ നല്ല വ്യക്തിത്വമുള്ള ആളാണ്. 3 MP ആളാണ്. അതുകൊണ്ട് 2019-ൽ പ്രത്യേകിച്ച് എന്തൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം കോഴിക്കോട്ടെ ജനങ്ങൾ സ്വാഭാവികമായും കഴിഞ്ഞ 10 വർഷക്കാലത്തെ MP എന്നുള്ള പ്രവർത്തനം വളരെ കൃത്യമായി വിലയിരുത്തുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ 2009-ഉം 2014-ഉം എന്തായിരുന്നുവോ അത് 2019-ലും ആവർത്തിക്കപ്പെടും. തവണയും വിജയം ആവർത്തിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് MK രാഘവനുമുള്ളത്. പത്തനംതിട്ടയിൽ തികഞ്ഞ വിജയ പ്രതീക്ഷയാണ് ഉള്ളതെന്ന് ആന്റോ ആന്റണിയും പ്രതികരിച്ചു. വിജയം സുനിശ്ചിതമാണ്, എതിരാളികളെ ഭയപ്പെടുന്നില്ല, പാർട്ടി ഒറ്റക്കെട്ടാണെന്നും ആന്റോ ആന്റണി പറഞ്ഞു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനത്തോട് ഉള്ള എൻ്റെ കടപ്പാട് ഞാനിവിടെ അറിയിക്കും. ദേശീയ രാഷ്ട്രീയമായിരിക്കും ഏറ്റവും കൂടുതൽ പ്രതിപാദിക്കപ്പെടാൻ പോകുന്നത്. അതോടൊപ്പം സംസ്ഥാന രാഷ്ട്രീയവും. രാജ്യം ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്ന വിധിനിർണായകമായ തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ രാജ്യം നൂറ്റാണ്ടുകളായി കാത്തു സൂക്ഷിക്കുന്ന മതേതരത്വം, ഈ രാജ്യത്തിൻ്റെ വൈവിധ്യമാർന്ന സംസ്കാരം, ബഹുസ്വരത, ഇതെല്ലാം കാത്തു പരിപാലിക്കാൻ ശക്തമായ പോരാട്ടം അനിവാര്യമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. തന്നെയുമല്ല, 5 വർഷക്കാലത്തെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണം, ആ ഭരണം സാമ്പത്തികമായി രാജ്യത്തെ സമ്പൂർണ്ണമായി തകർത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം.